അരുൺ, ഈ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തിപ്പോൾ ലോറിയില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഈ നാവികസേന ഏത് തരത്തിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഈ പുഴയിൽ നടത്തുന്നത്? അവിടെ വലിയ മൺകൂനകളുണ്ടല്ലോ പുഴയിൽ, ദൃശ്യങ്ങളിൽ ഇത് വ്യക്തവുമാണ്. ഇനി അതിനടിയിൽ ഇത് പുതഞ്ഞു പോയിട്ടുണ്ടോ? അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ? ഈ സൈന്യം ഇപ്പോൾ ഏത് മേഖലയിലാണുള്ളത്, അരുൺ? ക്ഷമിക്കണം ഉന്മേഷ്, ഇന്ന് രാവിലെ തന്നെ നേരത്തെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം ഉണ്ടായിരുന്നു. അതായത് ഈ മണ്ണിനടിയിൽ ഈ ലോറി ഇല്ല എന്ന തരത്തിലേക്കുള്ള ഒരു സാധ്യത അവരുടെ സാധ്യത അവരുടെ മനസ്സിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു നിഗമനം ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഈ നേവിയുടെ ഒരു സ്കൂബ സംഘത്തെ രാവിലെ തന്നെ ഇവിടെ നിയോഗിക്കുകയും കൂടുതൽ ഊർജിതമായി ഈ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. നിലവിൽ ഇവർ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധന നടത്തുമ്പോൾ അതിൽ എന്തെങ്കിലും ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. രാവിലെ മുതൽ അവർ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത് നിലവിൽ ഈ സിഗ്നൽ ലഭിച്ചിരുന്ന ആ സ്ഥലത്ത് അവിടെ ഈ മണ്ണ്, അടിത്തട്ടിലുള്ള മണ്ണ് പോലും നീക്കം ചെയ്യാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ആ മണ്ണ് നമ്മൾ ആ സിഗ്നൽ കണ്ടിരുന്ന ആ മേഖലയിൽ, ആ പോയിന്റിൽ മണ്ണ് ഏകദേശം പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു 90% മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞു. അപ്പോഴും ഈ ലോറിയുടെ എന്തെങ്കിലും സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സമാന്തരമായി നേവിയുടെ നേതൃത്വത്തിൽ ഈ പുഴയിൽ, നിറഞ്ഞൊഴുകുന്ന ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാഹനം, ലോറി ഈ പുഴയിലേക്ക്, അത് ഈ മൺകൂനയുടെ ഒപ്പം ഈ പുഴയിലേക്ക് പതിക്കാനുള്ള സാധ്യത അവർ മുന്നിൽ കണ്ടിരുന്നു. അതുവേണ്ടിയാണ് രാവിലെ തന്നെ ഈ നേവിയുടെ പ്രത്യേക സ്കൂബ സംഘത്തെ ഉൾപ്പെടെ ഇവിടെ നിയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലേക്ക് അവർ കടന്നത്. നിലവിൽ ആ തെരച്ചിലേക്ക് അവർ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് ആശങ്ക നൽകുന്നതാണ്. നമ്മൾ ആദ്യഘട്ടം മുതൽ പ്രതീക്ഷിച്ചിരുന്നത് ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നതാണ്. ആദ്യം GPS ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തി. അതിൽ വലിയ ആശാവഹമായുള്ള ഒരു കണ്ടെത്തലും ഉണ്ടായില്ല. എന്തെങ്കിലും ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. അതിനുശേഷം വീണ്ടും റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി. അവിടെ ആദ്യം 3 സിഗ്നൽ ലഭിച്ചു. പിന്നീട് വൈകിട്ട് ലഭിച്ച സിഗ്നലിൽ കുറച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു മെറ്റൽ കണ്ടന്റിന്റെ ഒരു സാധ്യത അവർ പങ്കുവച്ചിരുന്നു. എന്നാൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇന്നത്തെ മണ്ണ് നീക്കം ചെയ്ത തെരച്ചിലിൽ ഒടുവിൽ ഇപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അല്ല പങ്കുവെക്കാനുള്ളത്. ആ കാര്യം ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ ഇവിടെ വന്ന മന്ത്രിതല സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അതാണ് ഔദ്യോഗികമായ അത്തരം ഒരു നിഗമനത്തിലേക്ക് അവരെത്തുന്നു എന്ന് പറയാൻ കാരണം. എന്നാൽ സമാന്തരമായി ഈ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്താനാണ് അവരുടെ തീരുമാനം. നേവിയുടെ പ്രത്യേക സംഘം ആ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. പല മേഖലകളിലെ ഇതൊരു വിശാലമായി കിടക്കുന്ന പുഴയാണ്. ആ മണ്ണ് ഈ പുഴയിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ വലിയ മൺകൂന ഈ പുഴയിൽ വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധ്യത തന്നെയാണ് അവർ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ അങ്ങനെ പറയുമ്പോഴും അരുൺ, നേരത്തെ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം പറയുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. ഒപ്പം ഈ അപകടത്തിൽപ്പെട്ട അതേ തരത്തിലുള്ള ലോറി ഓടിക്കുന്ന മറ്റൊരു ഡ്രൈവർ, അദ്ദേഹവും പറയുകയുണ്ടായി, അങ്ങനെ കുത്തിയൊലിച്ച് ലോറി, വലിയ ഭാരം കയറ്റിയ ലോറിയാണ്, അതിങ്ങനെ കുത്തിയൊലിച്ച് പുഴയിലേക്ക് പോകാനുള്ള സാധ്യത അത് പരിമിതമാണ് എന്ന് ആ രണ്ടുപേരും പറയുന്നുണ്ട്. പക്ഷേ റവന്യൂ മന്ത്രി ഉൾപ്പെടെ പറയുന്നത് ഇനിയും ഈ മണ്ണിനടിയിൽ ലോറി കാണാനുള്ള സാധ്യത കുറവാണ്, പുഴയിലേക്ക് തെരച്ചിൽ മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ള തരത്തിലാണല്ലോ. അങ്ങനെ രണ്ട് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടല്ലോ അരുൺ. ഉന്മേഷ്, തീർച്ചയായും അല്പസമയം മുമ്പ് ഈ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന രഞ്ജിത്ത് ഉൾപ്പെടെ അവസാന നിമിഷവും അവർ പങ്കുവെക്കുന്ന ഒരു പ്രതീക്ഷ എന്നുള്ളത് ഈ ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന പ്രതീക്ഷയാണ്. അതിലവർ പറയുന്നത് അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ ആ സാധ്യത തന്നെയാണ് ഇപ്പോഴും മുന്നിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ നിന്ന് ലഭിച്ച വാഹനത്തിന് സമീപത്ത് ലഭിച്ച ഈ ഫോൺ ലൊക്കേഷൻ ഉൾപ്പെടെ ഉണ്ട്. അതോടൊപ്പം തന്നെ GPS ലൊക്കേഷൻ എല്ലാം അതാണ് വിരൽ ചൂണ്ടുന്നത്. ആ ഫോൺ ഇപ്പോഴും റിംഗ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഉന്മേഷ്, ആ ഫോൺ അവസാനമായി റിംഗ് ചെയ്തിരുന്നത് നിലവിൽ ഈ വാർത്ത പുറത്തു വന്ന ദിവസം, കഴിഞ്ഞ 2 ദിവസം മുമ്പ് രാവിലെ 10:32 ആ ഫോൺ അവസാനമായി റിംഗ് ചെയ്തത്. അതിനുശേഷം ആ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സൈബർ സെൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്.
അപ്പോൾ ആ ഘട്ടത്തിൽ അതായത് മണ്ണിടിച്ചിൽ കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞതിന് ശേഷം നടത്തിയ ഒരു സൈബർ സെല്ലിന്റെ പരിശോധനയിൽ ആ ഫോണിന്റെ സാന്നിധ്യം അവിടെ രാവിലെ വരെ അവിടെ കണ്ടിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ലോറിയുടെ GPS ലൊക്കേഷൻ അത് സാങ്കേതികമായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ മണ്ണിനടിയിലാണ് ഏകദേശം ലൊക്കേറ്റ് ചെയ്യപ്പെട്ടത്. ഈ സാധ്യതകളെല്ലാം മറുവശത്തുണ്ട്. അപ്പോൾ പോലും നമ്മൾ ഗ്രൗണ്ടിൽ നടക്കുന്ന തെരച്ചിൽ കാണുകയാണെങ്കിൽ അത് വിലയിരുത്തുകയാണെങ്കിൽ ഈ ലഭിച്ചിട്ടുള്ള എല്ലാ സാങ്കേതിക സിഗ്നലുകളും അതിന്റെ സാധ്യതകൾ നോക്കി അത് പരിശോധിച്ചു. അവിടെയുള്ള തെരച്ചിൽ നടത്തി മണ്ണുകൾ നിലവിൽ ഇന്ന് രാവിലെ മുതൽ ഊർജിതമായ മണ്ണ് നീക്കം നടന്നിട്ടുണ്ട്.